ചാത്തൻ, മാടൻ, മറുത അങ്ങനെ ഒരുപാട് പേരുകളുടെ കൂട്ടത്തിൽ നാം കേട്ടിട്ടുള്ള ഒരു പേരാണ് ഒടിയൻ. പണ്ട് ജാതിവ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്താണ് ഒടിയന്മാരുണ്ടാകുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജന്മിമാർക്കെതിരെയുള്ള അടിയാളന്മാരുടെ പ്രതികരണത്തിന്റെ പേരാണ് ഒടിയൻ. രാത്രി ഇരുട്ടിൽ പാതി മൃഗവും പാതി മനുഷ്യനുമായി ഒടിയനെത്തുമായിരുന്നുവത്രേ. പാണൻ പറയൻ സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നുവത്രേ ഒടിയന്മാരായി സേവനമനുഷ്ഠിച്ചിരുന്നത്. ഒരിക്കൽ പാണന്റെ ആരാധനയിൽ സംതൃപ്തനായ കരിങ്കുട്ടിയോട് ജന്മികളെ മുഴുവൻ നശിപ്പിക്കാൻ തങ്ങൾക്കെന്തെങ്കിലും ശക്തി നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അങ്ങനെയുള്ള ഒരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല. പരിഹാരമെന്ന നിലയിൽ അത്തരമൊരു ശക്തി ലഭിക്കാനുള്ള മരുന്ന് കരിങ്കുട്ടിപ്പാണന് പറഞ്ഞുകൊടുത്തു. പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണം മുളം കമ്പുകൊണ്ട് കുത്തിയെടുത്തുണ്ടാക്കുന്ന മരുന്ന് ഇരുചെവിക്ക് പിന്നിലായി തേക്കുമ്പോൾ ഒടിയൻ പാതി മൃഗമായി മാറുന്നു എന്നാണ് ഐതിഹ്യം. കാളപ്പോത്ത്, കൂമൻ തുടങ്ങിയ വേഷങ്ങളിലൂടെയായിരുന്നു ഒടിയന്മാർ മാറിയിരുന്നത്. ആളുകളെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുന്നതായിരുന്നു ഇവരുടെ തന്ത്രം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.